ഡാർക്ക് നെറ്റി കയറി ഇവൻ കോടാലി വെട്ടുകത്തി ഇതുപോലെ മാറിയ ആയുധങ്ങളൊക്കെ ഓർഡർ ചെയ്ത് വാങ്ങും. അപ്പോൾ അത് വീട്ടിൽ വരുമ്പോൾ എന്താ ചോദിക്കും, പറയും അതെനിക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള നെഞ്ചാക്കാണ്, ഞാൻ മുറിയിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ കളരി പ്രാക്ടീസ് ചെയ്യുന്നത്, അതിനുള്ള സ്കോഡാണെന്നൊക്കെ പറയും. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു വെച്ചിട്ട് അവൻ ഇത് വെച്ചിട്ട് വെട്ടി പ്രാക്ടീസ് ചെയ്യുമായിരുന്നു, വീട്ടിലെ മരങ്ങളൊക്കെ വെട്ടുമായിരുന്നു. അവസാനത്തെ കണ്ണിയും കൊലപ്പെട്ട് രക്തസാക്ഷിത്വം വരിച്ച് ഈ ഭൂമി അച്ചുംപിക്കുന്നത് വരെ ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം അങ്ങ് ഡൽഹിയിലേക്ക്, ഈ രാജ്യത്തിന്റെ ഓരോ തെരുവോരങ്ങളിലേക്കും ഞങ്ങൾ വ്യാപിപ്പിക്കുക തന്നെ ചെയ്യും. വെഞ്ഞാറമ്മൂട് അഫാന്റെ വിഷയത്തിൽ ദൈവത്തിന്റെ കയ്യൊപ്പ് എന്ന് പറയുന്നത് പോലെ അവശേഷിച്ച ഒന്നായിരുന്നു അഫാന്റെ ഉമ്മ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഞാൻ ലാസ്റ്റ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഇതേ ദൈവത്തിന്റെ കയ്യൊപ്പ് ഇത്തരത്തിൽ മൊഴി മാറ്റി പറയുന്നത്, അതായത് ഇന്നും മൊഴി മാറ്റി പറഞ്ഞേക്കുന്നത് ഞാൻ കട്ടിലിൽ നിന്ന് വീണതാണ്. അതായത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കുക, ഒരു 10 തവണ കട്ടിലിൽ നിന്ന് വീണാൽ പോലും ഇത്രയും ബ്രൂട്ടലായിട്ടുള്ള മുറിപ്പാടുകൾ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോഴും സ്വന്തം മകനെ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണോ ഇത്തരത്തിലുള്ള ഒരു മൊഴി മാറ്റി പറയുന്നത്, അതോ മറ്റെന്തെങ്കിലും കാര്യം? അതായത് സ്വന്തം മകനെ പറ്റിയുള്ള ചില സത്യങ്ങൾ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കേരള സമൂഹത്തിൽ തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെ ഭയന്നിട്ടാണോ? കാര്യം എന്ന് വെച്ചാൽ ഞാൻ ലാസ്റ്റ് വീഡിയോയ്ക്കകത്ത് പറഞ്ഞൊരു കാര്യമാണ്, അതായത് 12 പേരോളം ആളുകളുടെ നിന്നാണ് ഇവരിപ്പോൾ കടവും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിരിക്കുന്നത്. ഈ 12 പേരും ഇതുവരെ ആണെങ്കിൽ ഞങ്ങളുടെ നിന്നാണ് ഇവർ കടം വാങ്ങിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ഇതുവരെ എവിടെയും നമുക്ക് കാണാൻ സാധിച്ചിട്ടൊന്നുമില്ല. അത് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഇതിലൊരാൾക്ക് മാത്രമാണ് കാര്യം, ഇത്രയും ബ്രൂട്ടലായിട്ടുള്ള ഇത്രയും ക്രൈംസ് ഇവൻ ചെയ്തിട്ട് കൂടി ഈ ഒരു സിറ്റുവേഷനിലും ഒരാൾക്ക് മാത്രമാണ് ഇവൻ കടം ആയിട്ട് വാങ്ങിച്ചിരിക്കുന്ന പൈസ തിരിച്ചു കൊടുത്തേക്കുന്നത്. അതായത് ഇവൻ്റെ അമ്മൂമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചേക്കുന്ന ആ ഒരു അല്ലെങ്കിൽ തട്ടിയെടുത്തേക്കുന്ന ആ ഒരു സ്വർണ്ണം പണയം പെടുത്തിട്ട് ഏകദേശം ഒരു 70,000 രൂപയോളം ഇവന് കിട്ടി. അതിന് 70,000 സംതിങ് രൂപ കിട്ടി. അതിനകത്ത് നിന്ന് 40,000 രൂപ മാത്രം ഓൺലൈൻ ത്രൂ ആണെങ്കിൽ മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. ഓക്കെ, സ്വന്തം അമ്മയേക്കാൾ ഇമ്പോർട്ടൻസ് മറ്റൊരാൾക്ക് ഇവൻ വന്നു. അത് ആർക്കാണ് ഇവന് കൊടുത്തത്, അല്ലെങ്കിൽ ആർക്ക് കൊടുത്തു, അല്ലെങ്കിൽ അയാളുടെ ഇവൻ എന്തിനു വാങ്ങിച്ചു, ഏത് സാഹചര്യത്തിൽ വാങ്ങിച്ചു എന്നുള്ള സംശയങ്ങൾ ഞാൻ ലാസ്റ്റിൽ പിടിക്കുന്ന പറഞ്ഞേക്കുന്നതാണ്. അപ്പോഴും നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇതിൻ്റെ പുറകിൽ ഇവൻ മാത്രമാണോ, അല്ലെങ്കിൽ ഇവൻ്റെ പുറകിൽ മറ്റേതെങ്കിലും വ്യക്തികളുണ്ടോ, അല്ലെങ്കിൽ ഒരു വ്യക്തിയാണോ ഉള്ളത്? ഓക്കെ, ചില സംശയങ്ങളാണ്. ആൻഡ് ഇതിനകത്ത് ഇനിയിപ്പം നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇവൻ 65 ലക്ഷം രൂപയോളം കടമുണ്ടെന്നല്ലേ ഇവൻ പറഞ്ഞത്. ഈ 65 ലക്ഷം രൂപ കടത്തിൻ്റെ കാര്യം ഇവൻ്റെ അച്ഛൻ അറിയത്തില്ല. ഓക്കെ, ആൻഡ് അത് മാത്രമല്ല ഒരു പരിശീലനവും കിട്ടാതെ ഇവൻ എങ്ങനെയാണ് വളരെ കൃത്യമായിട്ട് ഇത്ര, അല്ലെങ്കിൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് ഇത്തരം കൃത്യങ്ങൾ ചെയ്യാൻ കഴിയുന്നത്? ഈ ഒരു വീഡിയോ കാണുമ്പോൾ കുറച്ച് കാര്യങ്ങൾക്ക് നിങ്ങൾക്കൊരു ധാരണ കിട്ടും. എന്തായാലും ഇവൻ്റെ അച്ഛൻ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം. റഹീം ഈ പറയുന്ന വലിയ സാമ്പത്തിക ബാധ്യത തള്ളുകയാണ്. വിദേശത്ത് കോവിഡിന് ശേഷം ബിസിനസ്സിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായി, അതുകൊണ്ട് യാത്ര തടസ്സപ്പെട്ടു എന്ന കാര്യം ശരിയാണ്. പക്ഷേ തന്റെ അറിവിൽ ഭാര്യ പറഞ്ഞതനുസരിച്ച് 10 മുതൽ 15 ലക്ഷം രൂപ ഒരു ലോണും ബന്ധുവിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച പണം ഉൾപ്പെടെ 10 മുതൽ 15 ലക്ഷം രൂപ മാത്രമാണ് കടമുണ്ടായിരുന്നത്. ഈ പറയുന്ന 65 ലക്ഷം രൂപ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അഫാൻ പറഞ്ഞ മൊഴി പ്രകാരം 65 ലക്ഷം രൂപ കടമുണ്ടെന്ന് തനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതിന്റെ വിശദാംശങ്ങൾ പറഞ്ഞിരുന്നില്ല എന്ന് പറഞ്ഞു. ഒരു പെൺകുട്ടിയുമായി അങ്ങനെ അടുപ്പമുണ്ടായിരുന്ന കാര്യം, അവരുടെ സാമ്പത്തിക പ്രശ്നം വന്നപ്പോൾ അവരുടെ മാല വാങ്ങി പണയം വെച്ച കാര്യം പറഞ്ഞിരുന്നു. ഈ സംഭവം നടക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് ഈ മാല പണയം എടുത്ത് കൊടുക്കാനായി 65,000 രൂപ അയച്ചു കൊടുത്തതായി റഹീം മൊഴി നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഇത്രയും വലിയ സാമ്പത്തിക ബാധ്യത എങ്ങനെ ഉണ്ടായി എന്ന സംബന്ധിച്ചുള്ള അന്വേഷണത്തിലാണ് പോലീസ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ നിങ്ങൾ ആലോചിക്കണമായിരുന്നു വെച്ചാൽ ഫർസാനയുടെ കയ്യിൽ ഇവനാണ് സ്വർണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഫർസാന തിരിച്ചു ചോദിച്ചപ്പം ഇവൻ മുക്കുപണ്ടമാണ് തിരിച്ചു കൊടുത്തത്. അപ്പോഴും ഇവന്റെ അച്ഛനാണെങ്കിൽ ഇവൻ ഇത് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് 65,000 രൂപ ഇവൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പൈസ ഇത് എങ്ങോട്ട് പോയി? ഓക്കെ, അപ്പോൾ ഫർസാൻ ഈ പറയുന്ന പോലെ സ്വർണം തിരിച്ച് ചോദിച്ചത്, ഓക്കെ, അവനൊരു വൈരാഗ്യം അല്ലെങ്കിൽ ദേഷ്യം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കാം. അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഫർസാൻ ഈ പറയുന്ന പോലെ ഇവൻ ഇപ്പം അകത്തോട്ട് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ പറയുന്ന കൃത്യമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ജയിലിനകത്തോട്ട് പോയി കഴിയുമ്പോഴത്തേക്കിന് അവൾ ഒറ്റയ്ക്ക് മറ്റൊരാളുടെ ഒപ്പം അടിപൊളിയായിട്ട് ജീവിച്ചാലോ എന്നുള്ളൊരു പൊസസീവ്നെസ്, അങ്ങനത്തെ ഒരു വികാരം തോന്നിയതിൻ്റെ പേരിലായിരിക്കും ഫർസാനോട് അങ്ങനെ ചെയ്തേക്കുന്നത് എന്നൊക്കെ നമുക്ക് വിചാരിക്കാം. അപ്പോഴും ഇത്രയും ബ്രൂട്ടലായിട്ടാണ് അവൻ കൊന്നേക്കുന്നത് ഫർസാനെ. ഓക്കെ, ഇനി ലക്ഷങ്ങളുടെ ഈ കണക്ക് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ. ഇനി ഇതിനെക്കുറിച്ചാണെങ്കിൽ ഈ പറയുന്ന റഹീം എന്ന് പറയുന്ന ഇവൻ്റെ അച്ഛൻ്റെ ആണെങ്കിൽ അടുത്തൊരു സുഹൃത്ത് ഈ പറയുന്ന എയർപോർട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരിക കാര്യങ്ങളൊക്കെ ചെയ്ത ഒരു വ്യക്തി ഉണ്ടല്ലോ, ആ വ്യക്തി പറയുന്ന കാര്യങ്ങൾ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം. ഇന്നലെ ഒരൊറ്റ ദിവസം കൊണ്ടാണ് പുള്ളിക്കാരൻ്റെ എക്സിറ്റ് ക്ലിയർ ചെയ്തത്. കാരണം അവിടെ സാമ്പത്തിക ബുദ്ധിമുട്ടിൻ്റെ ഒരു ബ്ലോക്ക് അല്ലായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ ഉണ്ടായിരുന്നത് സാധാരണ നമ്മുടെ സ്പോൺസർ എന്ന് വിളിച്ചോടി പോകുന്ന സംവിധാനം ഹുറൂബ് എന്നാണ് അവിടെ എതിർ ഭാഷയിൽ പറയുന്നത്. അപ്പോൾ അത് ആയിരുന്നു പ്രശ്നം. ഇവൻ ഫസ്റ്റ് ദിവസം തൊട്ട് മൊഴികൾ പറയുമ്പോഴേ നമുക്കറിയാം ഇവൻ പറയുന്നത് പച്ചക്കള്ളമാണ്. കാര്യം ഈ ഒരു കാര്യത്തിൻ്റെ പേരിൽ ഇവൻ ഇത്രയും ക്രൂരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തില്ല. അപ്പോൾ ഇവൻ പറഞ്ഞ കാര്യം എന്താണ്, അച്ഛൻ ഈ പറയുന്ന പോലെ കടബാധ്യത, അല്ലെങ്കിൽ അവിടെ പെട്ടുകിടക്കാണ് പൈസയുടെ പേരിൽ അത് ഇത് മാങ്ങാ തേങ്ങ ചക്കാന്നായിരുന്നു ഇവൻ പറഞ്ഞിരുന്നത്. അപ്പോഴും ഇവൻ്റെ അച്ഛനാണെങ്കിൽ അവിടെ പെട്ടുകിടക്കുന്ന ഈ പൈസ ഇല്ലാത്ത, അല്ലെങ്കിൽ ഈ കടത്തിൻ്റെ പേരിലല്ല ഒളിച്ച് നടന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോഴും ഇനി ഇവരുടെ അച്ഛൻ്റെ ഈ ഒരു കടത്തിൻ്റെ, അല്ലെങ്കിൽ ഇവരുടെ ഈ ഒരു 65 ലക്ഷം രൂപ കടത്തിൻ്റെ കാര്യത്തെക്കുറിച്ചിട്ട് ഇവിടെ സംസാരിക്കുന്നുണ്ട്. ഏതാണ്ട് 10 ലക്ഷം രൂപ മാത്രമേ സൗദിയിൽ കടമുള്ളൂ. ഇവിടെയും ഏതാണ്ട് 10 ലക്ഷം രൂപ അകത്തുള്ള കടമേ ഉള്ളൂ. അതിൽ 5 ലക്ഷം ബാങ്ക് ലോണും ബാക്കി 5 ലക്ഷം ബന്ധുക്കൾക്ക് കൊടുക്കാനുള്ളതല്ല, വേറെ കടങ്ങൾ ബാധ്യതകളൊന്നും ഇല്ലല്ലോ. അത് വെറുതെ അങ്ങനെയില്ല, അങ്ങനെ ഒരു സംവിധാനമേ അദ്ദേഹത്തിനില്ല. അദ്ദേഹത്തോട് ഞാൻ എയർപോർട്ടിൽ അവിടെ എടുക്കുകയും നമ്മൾ ഇത്രയും സമയം ഉണ്ടായിരുന്നല്ലോ, അങ്ങനെ ഒരു ബാധ്യത ഇല്ല. ഈ 65 ലക്ഷം എല്ലാം കൂടെ പറഞ്ഞാൽ 20 ലക്ഷം രൂപ അകത്തുള്ള ബാധ്യത. ആ ചിട്ടിയിൽ അങ്ങനെ എന്തോ 70,000 രൂപ ബാധ്യത, 70,000 രൂപ, അല്ലാതെ ബാധ്യത ഉണ്ടെന്ന് പുള്ളിക്കാരന് അറിയില്ല. അതെ, ഹോസ്പിറ്റലിൽ വന്നു. എറൗണ്ട് ഒരു 25 ലക്ഷം ഇവർക്ക് കടമുണ്ടെന്ന് കൂട്ടുക. അപ്പോഴും ഞാൻ ലാസ്റ്റ് വീഡിയോക്കകത്ത് പറഞ്ഞൊരു കാര്യമായിരുന്നു, അതായത് ഈ 65 ലക്ഷം രൂപയുടെ കടം വരാനെ കൊണ്ട് കാര്യം, ഓക്കെ, ഈ പറയുന്ന പോലെ വീട്ടു ചെലവിന് എന്നുള്ളതിലാണ് കഴിഞ്ഞ ദിവസം ഈ മൊഴി കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നത്. വീട്ടു ചെലവിന് എന്തായാലും ഈ ഒരു 65 ലക്ഷം രൂപ വരില്ലല്ലോ. ഈ പറഞ്ഞ അവരുടെ അമ്മ ക്യാൻസർ പേഷ്യൻ്റ് ആയതുകൊണ്ട് അതിൻ്റെ ചികിത്സയ്ക്കും കാര്യങ്ങളൊക്കെ ആണെന്ന് പറയാം. അപ്പോഴും ഈ 65 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ ഇവന് ഈ പറയുന്ന തുകയെല്ലാം ഇവൻ പറഞ്ഞേക്കുന്നത് എന്താണ്, അച്ഛൻ അവിടെ കടബാധ്യതയായിട്ട് അതിൻ്റെ പേരിലൊക്കെ ഇതൊക്കെ തീർക്കാൻ വേണ്ടിയിട്ടൊക്കെ വാങ്ങിച്ച് അങ്ങനെ റോളിങ് നടത്തിയാണ് ഇവർ ജീവിച്ചുകൊണ്ടിരുന്നത്. ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോഴും നിങ്ങൾ ആലോചിച്ച് നോക്കുക, അവിടുത്തെ കുറേ ആൾക്കാർ പറഞ്ഞത് ഇവൻ ആഡംബരം ജീവിതം നയിച്ച് നടക്കുകയാണെന്നുള്ളത്.
ഇത്രയും ആഡംബരം നയിക്കുന്ന ഒരുത്തനാണെങ്കിൽ ആ ആഡംബരം കാണാൻ പറ്റണ്ടേ? ഒരു ബൈക്കോ ഒരു കാറോ വാങ്ങിച്ചെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഒരു ആഡംബരമാവില്ലല്ലോ. ഓക്കെ. ആൻഡ് ഇതിനകത്താണെങ്കിൽ മറ്റൊരു ഇവൻ്റെ ഒരു ബന്ധു തന്നെ പറഞ്ഞൊരു കാര്യമായിരുന്നു ഞാൻ ലാസ്റ്റ് വീഡിയോക്കകത്ത് വെച്ചൊരു ക്ലിപ്പാണ്. അതായത് ഈ പറഞ്ഞ പോലെ ഇവനൊരു കാറും ബൈക്കൊക്കെ എന്തോ പണയപ്പെടുത്തിയാണെങ്കിൽ ഇവൻ്റെ അച്ഛൻ അയച്ചു കൊടുക്കാൻ വേണ്ടി ഏകദേശം ഒരു 4 ലക്ഷം രൂപ ഇവനെ കിട്ടിയതിൽ ഈ പറഞ്ഞ 1 ലക്ഷം രൂപ മാത്രമാണ് അങ്ങോട്ട് കൊടുത്തേക്കുന്നത്. അത് കൊടുത്തിട്ടുണ്ടോ ഇല്ലോ നമുക്ക് അറിയത്തില്ല, പക്ഷേ ആ ബന്ധു പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഈ പറയുന്ന ബാക്കി കുറച്ച് തുകയാണെങ്കിൽ ഇവൻ്റെ കയ്യിലാണ്, അത് അവൻ അയച്ചു കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ പറയുന്ന ബാക്കി തുക എവിടെ പോയി? ഇവൻ എന്തിനെ വിനിയോഗിച്ചു? അല്ലെങ്കിൽ ഇവൻ എന്താണ് ഇവൻ്റെ ആവശ്യം? അപ്പോഴും നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇവൻ ഈ രാത്രി കാലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ സഞ്ചാരമുള്ളത് അല്ലേ? സ്വന്തം അനിയനെയും കൊണ്ട്, അതും ബാഗും തൂക്കി അനിയനെ വെച്ചിട്ട് പോകുമ്പോൾ ആരോ ലാസ്റ്റ് ഇട്ട വീഡിയോക്കകത്ത് കമൻറ്റ് ഇട്ട, അതായത് നൈറ്റ് ക്ലാസ് ഉണ്ടെന്ന്. ഈ 10 മണി കഴിഞ്ഞ് നൈറ്റ് ക്ലാസ് വെക്കുന്നത് എവിടെയാണ്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ കണ്ടിന്യൂസ്ലി നൈറ്റ് മാത്രമാണോ ഈ ഒരു കൊച്ചു പയ്യനാണെങ്കിൽ ക്ലാസ് ഉണ്ടാവുക? ബാഗും തൂക്കി പോകാനൊക്കെ. അപ്പോൾ ഈ ബാഗിൽ എന്താണ് ഇവൻ ക്യാരി ചെയ്യുന്നത്? ഇവൻ ആരെയാണ് കാണാൻ പോകുന്നത്? എന്തിനാണ് കാണാൻ പോകുന്നത്? അല്ലെങ്കിൽ ഇവൻ ഈ പറയുന്ന പോലെ പരിശീലനങ്ങൾ കിട്ടിയോ? അല്ലെങ്കിൽ ഇവൻ ഒറ്റയ്ക്കാണോ? അല്ലെങ്കിൽ ഇവൻ്റെ പുറകിൽ ഒരു വ്യക്തിയാണോ, അതോ വ്യക്തികളാണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘടനകളാണോ? ഓക്കെ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞൊരു കാര്യമാണ്. അതായത് ഈ വിഷയത്തിന് അല്ലെങ്കിൽ ഈ ഒരു കേസിന് സമാനമായിട്ടുള്ള മറ്റൊരു കേസ് ഞാൻ ഗൂഗിൾ ചെയ്തിട്ട് എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞു തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എത്തിക്കുന്ന 2 ടോപ്പിക്കുകളാണ്, 2 കേസുകളാണ് ഇതിന് സമാനമായിട്ടുള്ള രീതിയിൽ നടന്നിരിക്കുന്ന 2 വിഷയങ്ങൾ. അത് നമ്മുടെ കേരളത്തിൽ തന്നെ നടന്നിരിക്കുന്നത്. ഓക്കെ. ഇനി അങ്ങോട്ട് നമ്മൾ സംസാരിക്കുന്ന 2 ടോപ്പിക്കിനെ ആസ്പദമാക്കിയിട്ടാണ്. ആൻഡ് ഓരോ ടോപ്പിക്കിലും ഓരോ വിഷയത്തിനും ഇതുമായിട്ട് അല്ലെങ്കിൽ ഓരോ ടോപ്പിക്കിന് ഇവൻ്റെ ഈ ഒരു കേസുമായിട്ട് സമാനതകളുണ്ട്. ആൻഡ് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും ഓരോ ടോപ്പിക്കിൽ നമ്മൾ സംസാരിക്കുന്നത്. ഓക്കെ. ഇനി ഫസ്റ്റ് നമുക്ക് ആലപ്പുഴയിൽ ആ ഒരു വിഷയത്തിലൂടെ തന്നെ നമുക്ക് പോകാം. കൂട്ടവധശിക്ഷ വിധിച്ച രാജ്യത്തെ 4ാമത്തെ കേസ് കൂടിയാണ് ആലപ്പുഴയിലെ BJP നേതാവും അഭിഭാഷകനുമായിരുന്ന രഞ്ജിത്ത് ശ്രീനിവാസനെ കൊലപ്പെടുത്തിയ സംഭവം. ഈ രഞ്ജിത്ത് ശ്രീനിവാസന്റെ കേസിലാണെങ്കിൽ ഏകദേശം 15 പേർക്കുള്ള വധശിക്ഷ വിധിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ പറയുന്ന അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു വധശിക്ഷ വിധിക്കൽ കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇനി ഇവർ ഏത് രീതിയിലാണ് ഇത്തരത്തിലുള്ള ഒരു കൊല നടത്തിയേക്കുന്നത് എന്നുള്ളതുകൂടി നിങ്ങളൊന്ന് കേൾക്കണം. ഭാര്യയുടെയും മുന്നിലിട്ട് നിരപരാധിയെ ക്രൂരമായി കൊലപ്പെടുത്തിയ പ്രതികൾ യഥാർത്ഥത്തിൽ 3 കൊലപാതകമാണ് നടത്തിയത്. അമ്മയ്ക്കും ഭാര്യയ്ക്കുമുണ്ടായ മാനസികാഘാതം കൊലപാതകത്തോളം ഭയാനകമാണ്. വായ്ക്കരി പോലും ഇടാൻ പറ്റാത്ത രീതിയിൽ മുഖം വികൃതമാക്കിയിരുന്നു. കേട്ടില്ലേ? വായ്ക്കരി ഇടാൻ പോലും കഴിയാത്ത രീതിയിൽ മുഖം വികൃതമാക്കി എന്നുള്ള രീതിയിൽ ഇവൻ ഈ അഫാൻ ആണെങ്കിൽ ഓരോ ആളുകളെയും ഇത്രയും കൃത്യം ചെയ്ത ഓരോ ആളുകളെയും വികൃതമാക്കിയിട്ട്, അതായത് ഇവൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നെന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ ആ ഒരു കാമുകിയുടെ മുഖമാണ് ഏറ്റവും ബ്രൂട്ടലായിട്ട് അവൻ തല്ലി തകർത്തിട്ടുള്ളത്. ഓക്കെ. അപ്പം ഓരോ ആളുകളെടുത്ത് ഇത്രയും ബ്രൂട്ടലായിട്ടാണ് അവൻ ചെയ്തിരിക്കുന്നത്. കാര്യം വികൃതമാക്കിക്കൊണ്ട് സമാനമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് അവൻ ചെയ്തേക്കുന്നത്. പ്രതികൾ 3 തവണ ഗൂഢാലോചന നടത്തി. പ്രതികളെല്ലാം SDPI പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരായതിനാൽ ഈ കേസിന് തീവ്രവാദ സ്വഭാവം കൂടിയുണ്ട്. കൊലപാതകത്തിനായി പ്രതികൾക്ക് പരിശീലനം ലഭിച്ചിരുന്നുവെന്നും കൊലപ്പെടുത്താൻ പട്ടിക തയ്യാറാക്കിയിരുന്നു എന്നതും വ്യക്തമാണ്. ഓക്കെ. പരിശീലനങ്ങൾ ലഭിച്ചു എന്നുള്ള കാര്യമാണ് പറയുന്നത്. അതിന് വെൽ പ്ലാൻഡ് ആയിരുന്നു. ഇവൻ്റെ ഈ ഒരു കേസിൽ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, അതായത് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഇവന് ഒരു കൃത്യം ചെയ്യണമെങ്കിൽ ഒരു പരിശീലനവും അല്ലെങ്കിൽ ഒരു പ്രാക്ടീസും ഇല്ലാതെ ഇവൻ എങ്ങനെ ഇത് ചെയ്യാൻ സാധിക്കും? കാര്യം വളരെ പെർഫെക്റ്റ് ആയിട്ട് ഒരു ശബ്ദം പോലും ഉണ്ടാക്കാത്ത രീതിയിൽ വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് ഇത്തരം കൃത്യങ്ങൾ ചെയ്തേക്കുന്നത്. ഓക്കെ. ആൻഡ് ഇത് ഒരു പരിശീലനം കിട്ടാതെ ഇവന് ചെയ്യാൻ പറ്റുമോ എന്നുള്ള, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കൃത്യം ഗൂഗിൾ ചെയ്ത് നോക്കി മാത്രം ചെയ്യാൻ പറ്റുന്നുള്ളത് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നതിനപ്പുറമാണ്. ഓക്കെ. ഇനി ഈ ഒരു സംഘടനയുടെ കാര്യം പറഞ്ഞല്ലോ. ഈ ഒരു സംഘടന എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഇന്ത്യയിൽ നിരോധിച്ചേക്കുന്ന ഒരു സംഘടനയാണ്. ഓക്കെ. ആ ഒരു സംഘടന അന്ന് ഈ പറയുന്ന ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ അന്നൊരു അവിടുത്തെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കൊടുത്തേക്കുന്ന ഒരു പണിയുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ അങ്ങോട്ട് വെക്കാം. RSS നേതാവ് ശ്രീനിവാസൻ വധക്കേസിലെ അന്വേഷണ മേധാവിക്ക് വധഭീഷണി. നാർക്കോട്ടിക് ഡിവൈഎസ്പി അനിൽകുമാറാണ് വിദേശത്ത് നിന്ന് ഫോണിലൂടെ ഭീഷണി സന്ദേശം എത്തിയത്. വകവരുത്തുമെന്നും എന്തും നേടാൻ തയ്യാറായിരുന്നുള്ളൂ എന്നതുമായിരുന്നു ഭീഷണി. ഡിവൈഎസ്പിയുടെ പരാതിയിൽ പാലക്കാട് സൗത്ത് പോലീസ് കേസെടുത്തു. അതേസമയം ഈ ഭീഷണി അങ്ങ് വിദേശത്തു നിന്നാണ് എത്തിയേക്കുന്നത്. ഓക്കെ. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഈ ഒരു ഭീഷണി അത്രയും കാര്യം ഈ ഒരു സംഘടന നിരോധിക്കുന്നതിന് മുന്നേ തന്നെ അവർക്ക് ഇത്രയും ഈ പറയുന്ന പോലെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ ഇനി ഇതിനെക്കുറിച്ചിട്ടാണെങ്കിൽ ഒരു വ്യക്തി വന്നിട്ടാണെങ്കിൽ പബ്ലിക്കിൽ നിന്ന് സംസാരിക്കുന്ന ഒരു ക്ലിപ്പോടെ അങ്ങോട്ട് വെക്കാം. പോപ്പുലർ ഫണ്ടിനെ കൊന്നു തീർക്കാമെന്ന വ്യാമോഹമുണ്ടെങ്കിൽ അത് മാറ്റിവെക്കുക. ഈ രാജ്യത്ത് ജനാധിപത്യം എല്ലാ ജനങ്ങൾക്കും തുല്യമായി ആസ്വദിക്കുന്ന ഒരു നാൾ പുലരും വരെ ഞങ്ങളുടെ പ്രവർത്തകന്മാർ അവസാനത്തെ കണ്ണിയും കൊലപ്പെട്ട് രക്തസാക്ഷിത്വം വരിച്ച് ഈ ഭൂമി അച്ചുംപിക്കുന്നത് വരെ ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം അങ്ങ് ഡൽഹിയിലേക്ക് ഈ രാജ്യത്തിന്റെ ഓരോ തെരുവോരങ്ങളിലേക്കും ഞങ്ങൾ വ്യാപിപ്പിക്കുക തന്നെ ചെയ്യും. പ്രിയമുള്ളവരെ, നമുക്ക് ക്ഷണിക്കാനുള്ളതാണ് ഈ സമയം. ഈ രക്തസാക്ഷിയെ നമുക്ക് അള്ളാഹുവിന്റെ അടുത്തേക്ക് യാത്രയാക്കേണ്ടതുണ്ട്. ഇവരിതിനകത്ത് പറഞ്ഞൊരു കാര്യം കേട്ടില്ലേ? അതായത് ഇവരുടെ അവസാനത്തെ കണ്ണി ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാണ്ടാവുന്നിടം വരെ ഇവരുടെ പ്രവർത്തനങ്ങൾ ഇന്ത്യയിലെ ഓരോ ഭാഗങ്ങളിലോട്ട് ഇവർ ചേർക്കും, അല്ലെങ്കിൽ എത്തപ്പെടുത്തും, അല്ലെങ്കിൽ അങ്ങോട്ട് എത്തിക്കും എന്നുള്ളതാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. അന്ന് നിങ്ങൾ ആലോചിക്കണ്ടേ, അന്ന് ഈ പറയുന്ന സംഘടന മാത്രമാണ് നിരോധിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ അന്നത്തെ ഈ ഒരു സംഘടനയിൽ പ്രവർത്തിച്ചിരുന്ന വ്യക്തികൾ ഒരിക്കലും നിരോധിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോഴും അവർ ഇവിടെ ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. കാര്യം ചില സംശയങ്ങൾ മാത്രമാണ്, ഇത് ഇങ്ങനെയാണെന്നല്ല പറയുന്നത്, എൻ്റെ ചില സംശയങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. ഓക്കെ. അപ്പം ഈ രാത്രി കാലങ്ങളിലുള്ള ഇവൻ്റെ സഞ്ചാരം, ഈ പറയുന്ന വളരെ കൃത്യമായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഇവന് ചെയ്യാൻ സാധിക്കുന്നത് ഇങ്ങനെ ഒരു പരിശീലനം കിട്ടിയതിൻ്റെ പേരിൽ എന്നുള്ള രീതിയിലൊക്കെ ഉള്ള സംശയം തോന്നിക്കുന്നത് ഈ ഒരു കാര്യത്തിലോട്ട്. ഓക്കെ. നിങ്ങൾ ആലോചിക്കുക, ഇതാണ് യഥാർത്ഥ കാര്യം എന്നുണ്ടെങ്കിൽ ഒരു തീവ്രവാദ സ്വഭാവമുള്ള ഒരു സംഭവമാണ് ഈ ഒരു കേസ് എന്ന് പറയുന്നത്. ഓക്കെ.
എനിക്കും ഈ പറയുന്ന പോലെ ഒരുപാട് മുസ്ലിം സഹോദരങ്ങൾ ഫ്രണ്ട്സായിട്ടുള്ള ആളുകളൊക്കെ തന്നെയാണ്. അപ്പോഴും ഞാനിത് വേറൊരു തലത്തിൽ നിങ്ങൾ ഈ ഒരു കാര്യത്തിന് എടുക്കല്, ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് അല്ലെങ്കിൽ ഇത്രയും സീരിയസ്നെസ് ഉള്ളൊരു കാര്യമായതുകൊണ്ട് മാത്രമാണ് ഇതിവിടെ സംസാരിക്കുന്നത്. നിങ്ങൾ ഇതിനെ വേറൊരു രീതിയിൽ എടുക്കരുത്. ഓക്കെ അപ്പോൾ ഇതാണ് ഒരു യാഥാർത്ഥ്യം എന്നുണ്ടെങ്കിൽ ഇത് പുറത്തോട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിൽ വലിയൊരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയില്ലേ? ഒരു പക്ഷേ ഇവൻ്റെ അമ്മ ഈ പറയുന്ന പോലെ മൊഴി പുറത്തോട്ട് അല്ലെങ്കിൽ ഇങ്ങനെ തെറ്റായിട്ടുള്ള മൊഴി പറയുന്നതിൻ്റെ കാരണം അതുമായിക്കൂടെ. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇനി രണ്ടാമത്തെ ടോപ്പിക്കിലോട്ട് നമുക്ക് വരാം. ഇനി രണ്ടാമത്തെ ടോപ്പിക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമാണ് സംസാരിക്കുന്നത്. ഈ ഒരു ആദ്യത്തെ ടോപ്പിക്ക് ഇത് അങ്ങനെ ഇരിക്കട്ടെ. ഇനി ഇതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് ഈ രണ്ടാമത്തെ ടോപ്പിക്കിലോട്ടാണ് പോകുന്നത്. ലാസ്റ്റ് പിടിക്കാത്ത ഒരാൾ ഇട്ടേക്കുന്ന ഒരു കമൻറ്റ് ഞാൻ ഇങ്ങോട്ട് വായിക്കാം. വളരെ റിലവൻ്റ് ആയിട്ട് തോന്നിയാണ്. അതായത് ദിസ് ഈസ് എ ഗെയിം ഫ്രം ഡാർക്ക് വെബ്. Game time 6 AM to 6 PM. Goal to kill 6 targets, only loved ones. Game end, surrender happily. Anyway, Afan lost the game. He could only kill 5 targets. This seems true. There is loads of coincidence. The incident occurred in February 24th. 4 + 2 = 6. Time 6 AM to 6 PM. Harmed people 6. ശരിയല്ലേ? ഈ പറയുന്ന കാര്യം അല്ലെങ്കിൽ ഇട്ടേക്കുന്ന ഈ ഒരു കമന്റ് എന്ന് വെച്ചാൽ ഇത്രത്തോളം റിലവൻ്റ് ആയിട്ട് നമുക്ക് തോന്നുന്നൊരു സാധനം തന്നെയാണ്. ഇപ്പോഴും ചില ആളുകൾക്ക് നെറ്റി ചുളിക്കാം. കാര്യം ഡാർക്ക് വെബും ഇത്തരം ഒരു ഗെയിം അത്തരത്തിൽ ഇങ്ങനെ ഒരു നമ്പർ ഘടന കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കിന് അതായത് 6 to രാവിലെ 6 AM to വൈകിട്ട് 6 AM കൊല്ലേണ്ടത് വളരെ ഇഷ്ടപ്പെടുത്താൻ സ്നേഹിക്കുന്ന ആളുകളെയാണ്. അതും 6 പേരെയാണ്. ഓക്കെ, ഫെബ്രുവരി 24 4 + 2 = 6. ഇങ്ങനത്തെ ഒരു കോയിൻസിഡൻസിൽ വെറുതെ വരുമോ? അത് വെറും ഒരു കോയിൻസിഡൻസ് മാത്രമായിരിക്കും ഇത്. കാര്യം ഇങ്ങനെ ഇപ്പം ഇത് കേൾക്കുമ്പോൾ ചില ആളുകൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും എനിക്കും ആ ഒരു സംശയം തോന്നും. കാരണം നമ്മുടെ നാട്ടിൽ കേരള സമൂഹത്തിൽ ഈ ഡാർക്ക് വെബുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വലിയ രീതിയിൽ ചർച്ചാ വിഷയമായിട്ട് മാറാത്തതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഇങ്ങനെയൊക്കെ നടക്കുമോ എന്നുള്ള സംശയങ്ങൾ തോന്നും. പക്ഷേ അതുമായിട്ട് സാമ്യത തോന്നുന്ന മറ്റൊരു കേസ് കൂടി, അതല്ലെങ്കിൽ ഇവൻ്റെ അഫാൻ്റെ വിഷയമായിട്ട് വളരെയേറെ സാധ്യത തോന്നിപ്പിക്കുന്ന മറ്റൊരു കേസുണ്ട്. അതായത് തിരുവനന്തപുരത്തെ കേദറിൻ്റെ വിഷയമാണ്. ഇനി അതിനെക്കുറിച്ചിട്ട് നമുക്ക് ഇനി ഇങ്ങോട്ട് സംസാരിക്കാം. കോമ്പൗണ്ടിലെ 117 നമ്പർ വീട്. ഈ വീട് അങ്ങനെ ആരും മറക്കാനിടയില്ല. ഈ വീട്ടിലെ താമസക്കാരായിരുന്ന ഡോക്ടർ ജീൻ പത്മ, ഭർത്താവ് രാജതങ്കം, മകൾ കരോളിൻ, ബന്ധുവായ ലളിത, അങ്ങനെ 4 പേരും ഈ വീട്ടിനുള്ളിൽ വെച്ച് അതിക്രൂരമായി കൊല്ലപ്പെടുകയായിരുന്നു. ജീൻ പത്മത്തിൻ്റെ മകൻ കേതലാണ് 4 പേരെയും കൊലപ്പെടുത്തി ഈ വീട്ടിനുള്ളിൽ വെച്ച് ചുട്ടുകരിച്ചത്. 7 വർഷം മുമ്പ് പുറത്തു വന്ന ആ വാർത്ത കേട്ട് ഈ നാട് ഞെട്ടി. ആ നടുക്കത്തിൽ നിന്നും ഇന്നും പലരും മോചിതരായിട്ടില്ല. ഈ കേദറിൻ്റെ ഈ ഒരു കേസിനകത്ത് മറ്റേ ഈ ഒരു ഗെയിമിൻ്റെ ഈ ഒരു ഡാർക്ക് വെബ് ഗെയിമിൻ്റെ കാര്യം പറയുന്നത് പോലെ തന്നെ വളരെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ലവ്ഡ് വൺസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെയാണ് ഇവൻ ഈ പറയുന്ന പോലെ കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത്. ഇനിയും ഈ പറയുന്ന അഫാൻ്റെ കേസിലാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക. അഫാൻ വളരെ സ്നേഹിച്ചിരുന്ന അല്ലെങ്കിൽ ഇവൻ്റെ അമ്മ, അനുജൻ, ഈ പറയുന്ന പോലെ കാമുകി. ഓക്കെ, ലത്തീഫിൻ്റെ കേസ് പറയുമ്പോഴത്തേക്കും ഈ പറയുന്ന പോലെ അവന് ഈ പറയുന്ന ശത്രു തോന്നി. അത് കൺവിൻസിങ് ആയിട്ടുള്ളൊരു കാരണമാണ്. അപ്പോഴും ലത്തീഫിൻ്റെ ഭാര്യയെ കൊന്നത് അത് വളരെ വെൽ പ്ലാൻഡ് ആയിരുന്നു. അപ്പോഴും ലാസ്റ്റ് പിടിക്കകത്ത് ഞാൻ പറഞ്ഞൊരു കാര്യം, അതായത് അവൻ പറഞ്ഞൊരു മൊഴിയെന്ന് പറഞ്ഞാൽ ലത്തീഫിൻ്റെ ഭാര്യയെ കൊന്നതിൻ്റെ കാരണമായിട്ട് അവൻ പറഞ്ഞേക്കുന്നത് അത് പുറത്ത് ആരോടെങ്കിലും പറയുമല്ലോ എന്ന് ഭയന്നിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഇവൻ ഈ പറയുന്ന പോലെ സ്റ്റേഷനിൽ പോയിട്ട് ഹാജരാവേണ്ട കാരണമില്ലല്ലോ. അപ്പോൾ അവൻ ആ പറയുന്നത് കള്ള. അപ്പോൾ ചില ആളുകൾ താഴെ കമൻറ്റ് ബോക്സിൽ വാദിച്ചിട്ടുണ്ടായിരുന്നു, അതായത് അവളെ കൊന്നില്ലായിരുന്നു അല്ലെങ്കിൽ ഈ പറയുന്ന ലത്തീഫിൻ്റെ ഭാര്യയെ കൊന്നില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ അവർ വിളിച്ചു പോയി കഴിഞ്ഞാൽ ഇവൻ്റെ ബാക്കിയുള്ള ആൾക്കാർ ഇരകൾ കൂടി ബാക്കിയാണ്, അവരെ കൂടെ കൊല്ലാൻ കഴിയില്ലല്ലോ എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. അപ്പോഴും നിങ്ങൾ ആലോചിച്ച് നോക്കുക, അവൻ അത്രയ്ക്ക് പൊട്ടനല്ല. സ്വബോധത്തോടു കൂടി തന്നെയാണ് സ്വന്തം അമ്മേനെ അവൻ ചെയ്തിട്ട് ആ രീതിയിൽ കൃത്യം ചെയ്തിട്ടുള്ളത്, ഇവൻ്റെ അമ്മൂമ്മേനെ ചെയ്തിട്ടുള്ളത്. അവനപ്പോൾ ആ ഒരു ബോധമുണ്ട്. അപ്പം അങ്ങനെ അവൻ ചെല്ലുമ്പോഴത്തേക്കും ലത്തീഫിൻ്റെ വീട്ടിൽ അയാളുടെ ഭാര്യ ഉണ്ടാകുമെന്ന് വളരെ കൃത്യമായിട്ട് അറിയാമല്ലോ. അതല്ല അവിടെ ഇല്ല എന്ന് ഞാൻ വിചാരിച്ചിട്ട് പോകുന്നതെന്ന് വിചാരിക്കട്ടെ. അങ്ങനെ അകത്തോട്ട് ചെല്ലുമ്പോഴത്തേക്കും ലത്തീഫിൻ്റെ ഭാര്യ അവൻ തീർച്ചയായിട്ടും കാണൂലേ. അങ്ങനെ കാണുമ്പോൾ ഈ സമയത്ത് ഇങ്ങനെ ഒരു കൃത്യം ചെയ്ത് കഴിഞ്ഞാൽ അവരെ കൂടെ കൊല്ലേണ്ടി വരൂലേ എന്ന് വിചാരിച്ചിട്ട് അവൻ പിന്മാറി പോവുമോ? ഇല്ലല്ലോ. തീർച്ചയായിട്ടും അവന് കൃത്യമായിട്ട് 2 ആൾക്കാരെ കൂടെ കൊല്ലാൻ അവിടെ ഉണ്ടെന്ന് വളരെ കൃത്യമായിട്ട് ബോധത്തോടു കൂടി തന്നെയാണ് അവൻ പോയേക്കുന്നത്. അപ്പം ലത്തീഫിൻ്റെ ഭാര്യയെ അവൻ കൊന്നതും വെൽ പ്ലാൻഡ് ആയിരുന്നു. അവൻ്റെ ഈ പറയുന്ന ലിസ്റ്റിലുള്ള ആൾ തന്നെയായിരുന്നു. ഓക്കെ, അതിൻ്റെ കാരണമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത്. തീർച്ചയായിട്ടും ബ്രില്യൻ്റ് ആയിട്ടുള്ള നമ്മുടെ കേരള പോലീസ് എന്നത് കണ്ടെത്തുക തന്നെ ചെയ്യും. ഇനി ബാക്കി ഇവൻ്റെ ഈ ഒരു കേസിലോട്ട് വരാം. ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന ആഭിചാര പ്രക്രിയയിൽ ആകർഷണനായി കുടുംബാംഗങ്ങളെ കൊലപ്പെടുത്തിയെന്നായിരുന്നു ആദ്യ മൊഴി. മാനസികാരോഗ്യ വിദഗ്ധരുടെ സാന്നിധ്യത്തിലുള്ള ചോദ്യം ചെയ്യൽ ഇതൊരു തട്ടിപ്പാണെന്ന് കണ്ടെത്തി. കൃത്യമായ ആസൂത്രണം, രക്ഷപ്പെടാൻ പോലും എല്ലാം തയ്യാറാക്കിയ ശേഷമായിരുന്നു ഖേദൽ ആരും കൊലകൾ ചെയ്തത്. ഇന്നത്തെ ഈ ആസ്ട്രൽ പ്രൊജക്ഷൻ്റെ കാര്യം പറയുന്നത്, അതായത് ഈ ആഭിചാരക്രിയയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എലമെന്റ് കിടക്കുന്ന ഒരു സാധനമാണ്. ഓക്കെ, അപ്പം ഈ ഒരു സാധനം ഈ ഒരു കാര്യത്തിൽ നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. കാര്യം ഇവൻ്റെ ഈ ഒരു അഫാൻ്റെ ഈ ഒരു കേസിൽ കാര്യം വളരെ കൃത്യമായിട്ട് ഇതിന് സമാനതകൾ, വളരെ ഏറെ സമാനതകൾ തോന്നിക്കുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന പോലെ കേദറിൻ്റെ ഈ ഒരു വിഷയം. നമ്മുടെ സൈക്കോ സൈമൺ, നമ്മുടെ 5-ാം പാതിരയിലെ സൈക്കോ സൈമണിൻ്റെ റിയൽ ക്യാരക്ടറാണിത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസ് അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു സാധ്യത കൂടെ നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. വിദേശത്തേക്ക് അയച്ച് പഠിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും ഖേദൽ പരാജയപ്പെട്ടു. ദേഷ്യപ്പെട്ടിരുന്ന അച്ഛനോട് പക. അച്ഛനെ കൊലപ്പെടുത്തി ജയിലിൽ പോയാൽ മറ്റുള്ളവർ ഒറ്റപ്പെടുമെന്ന തോന്നലാണ് ബാക്കി കുടുംബാംഗങ്ങളെയും വകവരുത്തിയതെന്നാണ് ഖേദലിന്റെ മൊഴിയെന്നാണ് പോലീസ് റിപ്പോർട്ട്. ഓക്കെ, ബാക്കിയുള്ള കുടുംബാംഗങ്ങൾ ഒറ്റപ്പെടുമല്ലോ എന്നുള്ളൊരു തോന്നൽ ഈ സെയിം സാധനമല്ല അവൻ ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. അതായത് ഇവൻ്റെ കാമുകി ഒറ്റപ്പെട്ടു പോകില്ലേ, അനുജൻ ഒറ്റപ്പെട്ടു പോകില്ലേ,
എന്നുള്ളൊരു കാരണം കൊണ്ടാണ് ഇവരെയും കൊലപ്പെടുത്തിയെന്നുള്ളതാണ് ഇവൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ കാമുകിയെ കൊലപ്പെടുത്തിയതാണ് എനിക്ക് ഏറ്റവും വലിയ ഇപ്പോഴും ഉത്തരം കിട്ടാതെ കിടക്കുന്ന ചോദ്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇവന് നമുക്ക് വളരെ ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ ലാസ്റ്റ് വെടിക്കത്ത് പറഞ്ഞ പോലെ തന്നെ ഇവനിപ്പം ഇങ്ങനത്തെ കൃത്യം ചെയ്തിട്ടാണെങ്കിൽ ജയിലിൽ പോയി കഴിഞ്ഞാൽ അവൾ മറ്റൊരുത്തൻ്റെ ഒപ്പം നല്ല അടിപൊളിയായിട്ട് ജീവിച്ചാലോ എന്നുള്ള ആ ഒരു സാധനം മനസ്സിൽ ഇങ്ങനെ കിടന്ന് ഹേർട്ട് ആയതുകൊണ്ടായിരിക്കും അവൻ അത്തരത്തിലുള്ള കൃത്യം ചെയ്യുക എന്നുള്ളത് തന്നെ വിചാരിക്കുക. അപ്പോഴും ഇവൻ ഇത്രയും കൃത്യങ്ങൾ ചെയ്തിട്ട് ആ ഒരു പെൺകുട്ടിയുടെ അടുത്ത് വന്നിട്ട് ഇവൻ ഏറ്റു പറഞ്ഞു ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തു. ഓക്കെ, അപ്പം അവൾ ചോദിച്ചു എന്ന് പറയുന്നതായിട്ട് ഇവൻ പറയുന്നൊരു ഡയലോഗാണ്, അതായത് ഇനി നമ്മൾ എങ്ങനെ ജീവിക്കും. ഓക്കെ, അങ്ങനെ ആയിരിക്കും കൂടെ ഒരു സമയത്ത് സിറ്റുവേഷൻ പറഞ്ഞത്. അപ്പോൾ ചില ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും ഇവരെ കുടുംബപരമായിട്ട് ഇങ്ങനത്തെയൊക്കെ അറിയുന്ന ആൾക്കാരാണ്, അപ്പോൾ അല്ലെങ്കിൽ ഇവർക്ക് സമ്മതമുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ അവർ ആ രീതിയിൽ അപ്പോൾ ചോദിക്കില്ല ഇനി നമ്മൾ എങ്ങനെ ജീവിക്കും, അങ്ങനെ ചോദിച്ചാണെന്നാണ് ചില ആൾക്കാർ പറഞ്ഞത്. ശരി, അങ്ങനെ തന്നെ ആയിക്കോട്ടെ. അതിനൊരു മറുപടിയായിട്ട് അവൻ ഒരു കാര്യവും പറയാതെ ഇവളെ ഇങ്ങനെ രീതിയിൽ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, എന്നിട്ട് ഇവൻ ആത്മഹത്യ ചെയ്യുമെന്ന് വിചാരിച്ച ഒരുത്തനാണ്, അവനത് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോഴും അവൻ്റെ ഉദ്ദേശം മറ്റെന്തോ ആയിരുന്നു. എന്തായിരുന്നു അവൻ്റെ ആ ഉദ്ദേശം, അല്ലെങ്കിൽ ഈ കൊലയ്ക്ക് പിന്നിലുള്ള കാരണം എന്ത്? ഇനി ബാക്കി കേൾക്കാം. ഓൺലൈൻ വഴി മഴ വാങ്ങി പെട്രോൾ വാങ്ങി വീട്ടിനുള്ളിൽ സൂക്ഷിച്ചു. 2ാം നിലയിലെ മുറിയിലേക്ക് താൻ വികസിപ്പിച്ച കമ്പ്യൂട്ടർ ഗെയിം കാണാനെന്ന പേരിൽ തന്ത്രപരമായി ഓരോരുത്തരെ വിളിച്ചു വരുത്തി വെട്ടിക്കൊലപ്പെടുത്തി. 5-ാം തീയതി അമ്മയാണ് ആദ്യം കൊലപ്പെടുത്തിയത്. കമ്പ്യൂട്ടറിന് മുന്നിൽ കസേരയിലിരുത്തി പിന്നിൽ നിന്നും വെട്ടിക്കൊന്നു. ഈ കസേരയിൽ ഇരുത്തി കൊലപ്പെടുത്തി എന്ന് പറയുന്നത് വെറും കോയിൻസിഡൻസ് മാത്രമാണോ? കാരണം എന്ന് വെച്ചാൽ ഇവൻ ഈ ഒരു കേസിലും ഈ പറയുന്ന കാമുകീനെ ആണെങ്കിലും അല്ലെങ്കിൽ ഈ ലത്തീഫിനെയൊക്കെ ആണെങ്കിലും കസേരയിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ സോഫയിലൊക്കെ ഇരുത്തിയിട്ടാണ് ഇത്തരം കൃത്യം ചെയ്തേക്കുന്നത്. അപ്പം ഈ ഒരു കേസിലും ഇതേപോലെ തന്നെയാണ്, സമാനതകളുണ്ട്. അപ്പോൾ ഇത് വെറും കോയിൻസിഡൻസ് മാത്രമായിരിക്കുമോ? 7.5 വർഷത്തിന് ശേഷമുള്ള വിചാരണ. ആസ്ട്രൽ പ്രൊജക്ഷൻ അല്ലെന്ന് പറയുമ്പോഴും പകയിൽ പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ഒരാൾ ഒന്ന് കത്തിക്കുമോ എന്നതിലെ അമ്പരപ്പ് ഇനിയും മാറുന്നില്ല. ഇതിനകം കേതലിന്റെ കൊലപാതകങ്ങൾ പല സിനിമകളുടെയും ഭാഗമായി. ഇവിടെ സിനിമയുടെ കാര്യം ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ അഫാന്റെ കേസിൽ സിനിമകൾ ഇവനെ കുറെ സ്വാധീനിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സിനിമകളിലെ കുറെ കഥാപാത്രങ്ങൾ ഇവനാണെങ്കിൽ ആ രീതിയിൽ അനുകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ചില പ്രതികാരദ്രാഹികളായിട്ടുള്ള കഥാപാത്രങ്ങളായിരുന്നു ഇവന് കൂടുതൽ ഇഷ്ടം എന്നുള്ളൊരു സാധനം കൂടെ ഇവൻ ഇതിനകത്ത് പറയുന്നുണ്ട്. ഇനി ബാക്കി കേൾക്കാം. മൊഴിമാറ്റി പറയുന്ന കടലിന്റെ പുതിയ വെളിപ്പെടുത്തലും പോലീസ് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല. അഫാൻ ഇവിടെ ഇത് തന്നെയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡേ 1 മുതൽ ഇവൻ ഓരോ മൊഴി മാറ്റി മാറ്റിയല്ലേ പറയുന്നത്. ഓക്കെ, അപ്പോഴും നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇവൻ വിഷം കഴിച്ചിട്ടാണ് ഈ പറയുന്ന പോലെ പോലീസ് സ്റ്റേഷനിലോട്ട് പോയെന്ന് പറയുന്നത്. അപ്പോഴും ഇവന്റെ ബ്ലഡിൽ നിന്നും ഈ പറയുന്ന പോലെ ഇതുവരെ വിഷം കഴിച്ചതായിട്ട് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ അവൻ ആ പറഞ്ഞത് കള്ളവ അതല്ല, അഥവാ അവൻ അങ്ങനെ കഴിച്ചിട്ട് തന്നെയാണ് പോയെന്ന് തന്നെ വിചാരിക്കുക. അപ്പോഴും അതിനകത്ത് അവൻ്റെ ഉദ്ദേശമുണ്ട്, അവൻ ജീവനോടെ ഇരിക്കണം. കാരണം അതുകൊണ്ടാണല്ലോ അവിടെ പോയി ചെന്നിട്ട് ഞാനും വിഷം കഴിച്ചു എന്ന് പറയുന്നത്. കാര്യം അങ്ങനെ പറയുമ്പോൾ തീർച്ചയായിട്ടും പോലീസ് ഉദ്യോഗസ്ഥർ ഇവനെ ആശുപത്രി കൊണ്ടുപോകല്ലോ, അവനെ രക്ഷപ്പെടുത്തുമല്ലോ. അപ്പോൾ അവൻ അവിടെ ജീവനോട് ഇരിക്കണം എന്ന് അവന് വളരെ കൃത്യമായിട്ടൊരു ബോധ്യമുണ്ടായിരുന്നു. ഓക്കെ, ഈ പറയുന്ന പോലെ ഡ്രഗ്സ് അത് ഇതെന്നൊക്കെ പറയുന്ന സാധനമൊന്നും അല്ല, ഇവൻ്റെ ഉദ്ദേശം മറ്റെന്തോ ആയിരുന്നു. കുടുംബത്തെ ഇല്ലാതാക്കാൻ നേരത്തെയും ശ്രമിച്ചിട്ടുണ്ടെന്നും ഇയാൾ പറഞ്ഞു. ഡമ്മി വാങ്ങിയത് പരിശീലനത്തിനാണെന്നും കടൽ സമ്മതിച്ചതായാണ് വിവരം. ഇവിടെയാണ് ഇനി നോക്കുന്നത്, ഇവ ഡമ്മി വാങ്ങിച്ചാണ് ഈ പറഞ്ഞ കേന്ദ്ര പരിശീലനം നടത്തി. അതേപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന പോലെ അഫാനും ഈ പറയുന്ന പോലെ പരിശീലനങ്ങൾ നടത്താതെ എങ്ങനെയാണ് വളരെ കൃത്യമായിട്ട് ഈ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുക? നിങ്ങളെന്നെ ആലോചിക്കുക. കാര്യം വിവിധ സ്ഥലങ്ങളിൽ പോയിട്ട് വളരെ കൃത്യമായിട്ട് ഒരു ശബ്ദം പോലും പുറത്തോട്ട് വരാത്ത രീതിയിൽ അല്ലേ ഇവൻ ചെയ്തേക്കുന്നത്. ഓക്കെ, ഇവൻ്റെ ഈ പറയുന്ന കേദർ എന്ന് പറയുന്ന ഇവൻ്റെ ഒരു കേസിലും അതുപോലെ തന്നെ ആയിരുന്നു. ഒരു ശബ്ദം പോലും പുറത്തോട്ട് വന്നിട്ടില്ല. ഇവൻ മുകളിലത്തെ നിലയിൽ നിൽക്കുമ്പോഴാണെങ്കിൽ താഴത്തെ നിലയ്ക്ക് ഇവൻ്റെ ഈ പറയുന്ന സെർവൻറ്റ് പോലും ഈ പറയുന്ന കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം ശബ്ദം പോലും പുറത്ത് വരാത്ത രീതിയിൽ ആ പറയുന്ന കേദറിന് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് വെൽ പ്രാക്ടീസ് ഉണ്ടെന്ന് ഇവർ തന്നെ പറയും, മീഡിയസ് തന്നെ പറയുന്നുണ്ട്, ന്യൂസിൽ തന്നെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇവന് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അവന് പ്രാക്ടീസ് കിട്ടിയിട്ടില്ലേ? ഇനി കേദറിന്റെ വിഷയത്തെ പറ്റിയിട്ട് അന്നത്തെ DYSP ആണെങ്കിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതുകൂടെ ഞാൻ ഇങ്ങോട്ട് വെക്കാം. വീണ്ടും കമ്പ്യൂട്ടറാണ് താല്പര്യം, അപ്പം കമ്പ്യൂട്ടർ പഠിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ഓസ്ട്രേലിയയിൽ പോയി എന്തോ കമ്പ്യൂട്ടർ IT ഇതിൽ പഠിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിനുശേഷം അവൻ അവിടെ നിന്നും പ്രശ്നങ്ങളുണ്ടായി തിരിച്ചു വന്ന് അങ്ങനെ വീട്ടിൽ നിന്നുകൊണ്ട് ഞാൻ ഗെയിമിംഗ് ചെയ്യാനാണ് എനിക്കിഷ്ടം, ഞാൻ ഗെയിംസ് ഉണ്ടാക്കാൻ ഇഷ്ടമാണ്, ഞാൻ എപ്പോൾ നോക്കിയാലും കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ഓരോ കളികൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സ്വഭാവമുള്ള ആളായിരുന്നു. ഓക്കെ, ഇവിടെ ഈ ഗെയിംസിന്റെ സാധനം പറഞ്ഞില്ല, അവന്റെ ആ ഒരു വലിയൊരു ഫാക്ടർ ആയിരുന്നു ഗെയിംസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ മാഡം അവൻ്റെ അടുത്ത് സംസാരിച്ച് പറഞ്ഞ കാര്യങ്ങളാണ്. ഇത് ഡാർക്ക് വെബിലോട്ടാണ് കൊണ്ടെത്തിക്കുന്നത്, അതുകൂടെ ഈ മാഡം പറയുന്നുണ്ട്. പ്ലാൻ ചെയ്ത കുട്ടികൾക്ക് തന്നെയായിരുന്നു നെറ്റിൽ കയറി ഡാർക്ക് വെബ്, ഡാർക്ക് നെറ്റ് എന്നൊക്കെ പറയുന്നതിനോട് വലിയ ഇഷ്ടമായിരുന്നു. അപ്പൊ അതൊക്കെ അവൻ ചെയ്യുമായിരുന്നു, അവൻ ചെയ്യാനൊക്കെ ഇഷ്ടമായിരുന്നു. ഡാർക്ക് നെറ്റിൽ കയറി ഇവൻ കോടാലി വെട്ടുകത്തി ഇതുപോലെ മാറിയ ആയുധങ്ങളൊക്കെ ഓർഡർ ചെയ്ത് വാങ്ങും. അപ്പോൾ അത് വീട്ടിൽ വരുമ്പോൾ എന്താ ചോദിക്കും, പറയും അതെനിക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള നെഞ്ചാക്കാണ്, ഞാൻ മുറിയിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ കളരി പ്രാക്ടീസ് ചെയ്യുന്നത്, അതിനുള്ള സ്കോഡാണെന്നൊക്കെ പറയും. അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് വെച്ചിട്ട് അവൻ ഇത് വെച്ചിട്ട് വെട്ടി പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. വീട്ടിലെ മരങ്ങളൊക്കെ വെട്ടുമായിരുന്നു. ഒരിക്കലും ഒരു പൂച്ചയോ പട്ടിയോ അങ്ങനെ വെട്ടിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നത് എനിക്ക് ക്ലിയർ ആയിട്ട് അറിയില്ലായിരുന്നു. ഇനി അതാണ് ഈ രാത്രി കാലങ്ങളിൽ ഇവൻ ഈ പറയുന്ന പോലെ അഫാൻ പുറത്തോട്ട് സഞ്ചരിച്ചെന്ന് പറഞ്ഞല്ലോ, ഈ പറയുന്ന മറ്റെന്തെങ്കിലും പ്രാക്ടീസിന് വേണ്ടിയിട്ടായിരിക്കും ഇവിടെ. അപ്പം നിങ്ങൾ ആലോചിക്കുക, ഇവൻ്റെ ബാഗിനകത്ത് എന്തോ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ഈ പറയുന്ന പോലെ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇവൻ രാത്രി കാലങ്ങളിൽ സഞ്ചരിക്കും, ഇവൻ്റെ അനിയൻ പുറകിലുണ്ട്, ഈ അനിയൻ്റെ തോളത്ത് ബാഗുണ്ട്, ഈ ബാഗിനകത്ത് എന്തായിരുന്നു? അപ്പം ഇവൻ്റെ ഈ പറയുന്ന രാത്രി കാലങ്ങളിലെ എല്ലാ കാര്യങ്ങളും അറിയുന്ന, അല്ലെങ്കിൽ ചില കാര്യങ്ങളെങ്കിലും അറിയുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ പറയുന്ന അനുജൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവൻ ഈ രാത്രി കാലങ്ങളിൽ ഇതുപോലെ പരിശീലനത്തിന് വേണ്ടിയിട്ട് പോയിട്ടുള്ളതായിരിക്കുമോ? ആർക്കും ഒരു സംശയവും ഇല്ലായിരുന്നു ഇവന് ചെറിയ മാനസിക അസ്വസ്ഥത കാണിച്ചിരുന്ന കുട്ടിയാണ് എന്നുള്ളതിന്.
ഒരിടത്തും ഒരു സ്ഥിരമായിട്ട് നിൽക്കാതെ വളരെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒതുങ്ങി കൂടുന്ന ആരോടും സംസാരിക്കാതെ അവൻ മാത്രമായിട്ടുള്ള ഒരു വീട്ടിൽ ഇങ്ങനെ അടച്ചിരുന്ന അങ്ങനെ മറ്റാരുമായിട്ടുള്ള ഒരു ബന്ധമില്ല അങ്ങനെ ഇരിക്കുന്ന ഒരു പയ്യനായിരുന്നു. ഇവനെക്കുറിച്ച് ഇവന്റെ ബന്ധുക്കളും പറയുന്നത് ഇത് തന്നെയാണ്, അല്ലെങ്കിൽ നാട്ടുകാരും പറയുന്നത് ഇവൻ വളരെ ഇൻട്രോവേർട്ട് ആണ്, നാട്ടുകാരിലുള്ള ബാക്കി ആൾക്കാരുടെ വലിയ സഹകരണമില്ല, രാത്രി കാലങ്ങളിൽ മാത്രമാണ് സഞ്ചാരം. എക്സാക്ട് ഈ പറയുന്ന ഈ സൈക്കോപാത്തിന്റെ കൂട്ട് തന്നെയാണ് ഇവന്റെ ഈ ഒരു കേസും ഇവിടെ സംസാരിക്കുന്നത്. കുട്ടിക്കാലത്തെ കാര്യം എങ്ങനെയായിരുന്നു, കുട്ടിക്കാലം എന്ന് പറയാമോ? സ്കൂളിലേക്ക് എങ്ങനെയായിരുന്നു? ഇപ്പൊ ക്രൈസ്റ്റ് നഗർ സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അവിടെ എനിക്ക് ഫ്രണ്ട്സ് വളരെ കഷ്ടമായിരുന്നു, എന്നെ എല്ലാവർക്കും ദേഷ്യമായിരുന്നു. ബിക്കോസ് ഞാൻ കുറച്ച് ഇന്റലക്ച്വൽ ആണ്, ഞാൻ ഭയങ്കര ബുദ്ധിയുള്ളതാണ്. പക്ഷേ എന്റെ 9 വയസ്സുള്ളപ്പോൾ എനിക്കൊരു പ്രശ്നം പറ്റി. കാരണം ഞാൻ ഇങ്ങനെ വലിയ ബുദ്ധി കാണിക്കുന്നത് കൊണ്ടും എനിക്ക് ചെറിയതായിട്ട് ഫിക്സ് ഒക്കെ വരുന്നത് കൊണ്ടും ഒക്കെ അമ്മ ഒരു ഫാദറിനെ, പള്ളിയിലെ ഒരു ഫാദറിന് നല്ല ചികിത്സയൊക്കെ അറിയാം, മന്ത്രവാദമൊക്കെ അറിയാവുന്ന ഫാദറാണ്. അപ്പൊ അമ്മ ഫാദറിനെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഫാദർ എന്നോട് കുറേ നേരം സംസാരിച്ചു. അതിനുശേഷം ഫാദർ പറഞ്ഞു ഒരു മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞ് എനിക്ക് കുടിക്കാൻ ഒരു മരുന്ന്, ഒരു പച്ചമരുന്നാണ്, കഷായം പോലൊരു സാധനമാണ്. അത് ഫാദർ തരുമായിരുന്നു. അമ്മയെ അതിനെ നിർബന്ധിച്ച് അടിച്ച് വഴക്ക് പറഞ്ഞ് കുടിപ്പിക്കുമായിരുന്നു. അപ്പൊ അത് കുടിച്ചത് പിന്നെയാണ് ഞാൻ വേഴ്സായി പോയത്. ഫാദറാണ് റെസ്പോൺസിബിൾ എന്റെ സിക്നസിനുള്ള മട്ടില്. അത് 9 വയസ്സോട്ട് എന്നെ കുടിങ്ങനെ അടിച്ചടിച്ച് മരുന്ന് കുടിപ്പിച്ചത് കൊണ്ടാണ് എനിക്ക് അസുഖം വന്നത്. എനിക്കിപ്പോൾ എപ്പോഴും ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഇരുണ്ട ചിന്തകളാണ് വരുന്നത് എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, ചെറുപ്പകാലത്തിലെ ഇത്തരം അനുഭവങ്ങൾ അവൻ അല്ലെങ്കിൽ ഈ ഒരു സാധനങ്ങൾ അവൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഭാവിയിലേക്ക് തന്നെ വലിയൊരു നൊമ്പരങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്ന സാധനങ്ങളായിരുന്നു. ഓക്കെ, അതേപോലെ തന്നെ അഫാൻ്റെ കേസിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക. അവൻ കുട്ടിക്കാലത്ത് ഈ പറയുന്ന പോലെ ഇതിന് കൃത്യമായിട്ട് ഒരു 8 വർഷങ്ങൾക്ക് മുന്നേ എന്തോ ആണെന്ന് തോന്നുന്നു, ഇവൻ അവസാനമായിട്ട് ആത്മഹത്യക്ക് എന്തോ ശ്രമിക്കുക, അല്ലെങ്കിൽ 2-3 തവണ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു. അതായത് മൊബൈൽ ഫോൺ വാങ്ങിച്ചു തരാൻ, അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇവൻ അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി ഒക്കെ ഉള്ളൊരു വ്യക്തിയായിരുന്നു. ഓക്കെ, അന്ന് അവൻ ഏകദേശം ഒരു 15 വയസ്സ് മാത്രമേ പ്രായം ഉണ്ടാവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ആ പ്രായത്തിൽ തന്നെ ഈ രീതിയിലുള്ള എന്തെങ്കിലും നൊമ്പരങ്ങളും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇതിനകത്ത് വേറൊരു ന്യൂസ് ക്ലിപ്പിൽ പറയുന്ന ഒരു സാധനമുണ്ട്. അതായത് ഞാൻ ആ ക്ലിപ്പ് തപ്പിയിട്ട് കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വെക്കാത്തത്. അപ്പം അതിനകത്ത് പറയുന്ന സംഭവം ഇതാണ്. അതായത് ഇവനെ ചെറുപ്പകാലത്ത് ഈ പറയുന്ന പോലെ ഇവനേക്കാൾ കൂടുതൽ ഇവന്റെ വീട്ടുകാർക്ക് സ്നേഹം ഇവന്റെ അനുജന്റെ അടുത്താണ് എന്നൊരു സാധനം പറയുന്നുണ്ട്. അത് ഇവന് മാനസികമായിട്ട് ഭയങ്കര വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നൊരു സാധനം കൂടെ പറയുന്നുണ്ട്. അത് ഒരു പക്ഷേ സ്വാഭാവികമായിട്ട് ഈ പറയുന്ന സാധനം വളർച്ചയിൽ വലുതാവുമ്പോഴത്തേക്കിന് അന്നത്തെ മുൻകാലങ്ങളിലെ ഈ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ചില സാധനങ്ങൾ പോലും വലിയൊരു ക്രൂരകൃത്യങ്ങളിലോട്ട് നയിക്കാൻ സാധ്യതയുള്ള കാരണങ്ങളൊക്കെ തന്നെയാണ്. ചില സൈക്കാട്രിസ്റ്റുകളൊക്കെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ബാക്കി കേൾക്കാം. അസ്ട്രൽ പ്രൊജക്ഷനെ കുറിച്ച് ഞാൻ അവനോട് ചോദിച്ചു, എന്താണ് അസ്ട്രൽ പ്രൊജക്ഷൻ അറിയാമോ ചോദിച്ചു. പറഞ്ഞു yes, the soul leaving the body, the soul will leave the body and you will feel elevated and you will go along with the angels in heaven എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു ഇംഗ്ലീഷിൽ. അപ്പൊ ഞാൻ എന്തിനാണ് അച്ഛനെയും അമ്മയും അനിയത്തെയും കൊന്നതുകൊണ്ട് എങ്ങനെയാണ് അസ്ട്രൽ പ്രൊജക്ഷൻ? ഐ വാണ്ടഡ് ടു സീ them do that. അവർ ഞാൻ ഹെൽപ്പ് ചെയ്യുമായിരുന്നു, അവരിങ്ങനെ അസ്ട്രൽ പ്രൊജക്ട് ചെയ്ത് അവരിങ്ങനെ നല്ല രീതിയിൽ പോകുന്ന എനിക്ക് കാണുമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഇവിടെ അഫാൻ ഇവിടെ ആസ്ട്രൽ പ്രൊജക്ഷന്റെ കാര്യം പറഞ്ഞില്ലെങ്കിൽ പോലും അവരെ ഹെൽപ്പ് ചെയ്യുകയാണ് എന്നുള്ളൊരു സാധനമാണ് മറ്റൊരു രീതിയിൽ ഇവനോട് പറഞ്ഞേക്കുന്നത്. കാരണം ഈ പറയുന്ന പോലെ ഞാൻ പോയി അല്ലെങ്കിൽ ഞങ്ങളോട് പോയി കഴിഞ്ഞാൽ ഇവൻ അല്ലെങ്കിൽ അനുജൻ ഒറ്റയ്ക്കായി പോകും, കാമുകി ഒറ്റയ്ക്കായി പോകും. ഓക്കെ, അപ്പോൾ കാമുകി എങ്ങനെയാണ് ഒറ്റയ്ക്കായി പോകുന്നത്? ആ കാമുകിക്ക് വളരെ അല്ലെങ്കിൽ ഇത്രയും കെയർഫുൾ ആയിട്ട് നോക്കാനെ കൊണ്ട് ആ ഉപ്പയും അല്ലെങ്കിൽ ആ കാമുകിയുടെ ഉമ്മയും അല്ലെങ്കിൽ കാമുകിയുടെ സഹോദരനും ഒക്കെ ഉണ്ട്. പിന്നെ അനുജൻ്റെ കേസ്, അവരെയൊക്കെ അവൻ ഹെൽപ്പ് ചെയ്യുകയായിരുന്നു. കാര്യം അവരെ ഒറ്റപ്പെടാതിരിക്കാനെ കൊണ്ട് അവരെ അങ്ങ് അയക്കുമായിരുന്നു പരലോകത്തോട്ട്. അതോ ഇവൻ ഈ പറയുന്ന പോലെ ഈ ആസ്ട്രൽ പ്രൊജക്ഷൻ പോലുള്ള മറ്റെന്തെങ്കിലും കാര്യങ്ങളിലൂടെ ഈ പറയുന്ന അഫാന്റെ കേസിലുണ്ടോ? മറ്റേ അവിടെ ബന്ധുവായിട്ടുള്ള ലളിത ലേഡി, അവർക്ക് ആ സമയം താഴെ ഉണ്ട്, പക്ഷെ അവരൊന്നും അറിഞ്ഞില്ല, ശബ്ദം കേട്ടില്ല, ഒന്നുമില്ല. എന്താ ഈ കമ്പ്യൂട്ടറിന്റെ ശബ്ദം ഉറക്കെ വെച്ചിരുന്നോണ്ടാണോ അത് മൂടി സൗണ്ട് പ്രൂഫ് ആണോ ഒന്നും എനിക്കറിയില്ല. എന്തായാലും ശബ്ദമൊന്നും ആരും കേട്ടില്ല എന്ന് പറയുന്നു. ഇതാണ് ഒരു ശബ്ദം പോലും കേൾക്കാതാണ് ഈ പറയുന്ന കേദർ ഇത്തരത്തിലുള്ള കൃത്യങ്ങൾ ചെയ്തേക്കുന്നത്. അതേപോലെ തന്നെയല്ലേ നമ്മുടെ ഈ പറയുന്ന അഫാനും ചെയ്തേക്കുന്നത്. അഫാൻ ഈ ഓരോ കൃത്യങ്ങൾ മാറി മാറി ഇത്രയും ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് ചെയ്യുമ്പോഴും ഒരു ശബ്ദം പോലും വെളിയിൽ കേട്ടിട്ടില്ല. അങ്ങനെ വെളിയിൽ കേൾക്കാതെ അവന് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ടുള്ള പ്രാക്ടീസ് അവന് കിട്ടാതെ അവന് ചെയ്യാൻ സാധിക്കുമോ? അതും ഒറ്റ അതായത് ഇവൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും ഒരു ഈ പറയുന്ന പോലെ മിസ്റ്റേക്കും ഇല്ലാത്ത രീതിയിൽ ഒരു ശബ്ദം പോലും പുറത്തോട്ട് കേൾക്കാത്ത രീതിയിൽ. ഓക്കെ, ഇനി അഥവാ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇവരെ എല്ലാം ചുട്ടി ചാമ്പലാക്കാൻ വേണ്ടി അവൻ ഗ്യാസും തുറന്നു വിട്ടിട്ടാണ് ഈ പറയുന്ന സ്റ്റേഷനിലോട്ട് അവൻ പോയേക്കുന്നത്. കാര്യം മറ്റാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരും കൂടെ മരണപ്പെട്ടോട്ടെ എന്നുള്ള രീതിയിൽ. ഓക്കെ, ആ ഒരു സാധനമാണ് എനിക്ക് തോന്നിയത്. അതായത് നമ്മൾ ഫസ്റ്റ് ടോപ്പിക് എടുത്തല്ലോ, അതായത് മറ്റുള്ള ആളുകൾ കൂടി മരണപ്പെട്ടോട്ടെ എന്നുള്ള സാധനം കൊണ്ടായിരിക്കും തീർച്ചയായിട്ടും ഈ പറയുന്ന ഗ്യാസ് തുറന്നു വിട്ടേക്കുന്നത്. ഇനി ഒരു 2 ടോപ്പിക്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ലോജിക്കലായിട്ട് തോന്നുന്നത് ഏതാണെന്നുള്ള തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ പറയാം. അതേപോലെ തന്നെ ഈ ഒരു കേസിൽ ഇവൻ അല്ലെങ്കിൽ ഇവൻ്റെ പിന്നിൽ ആരെങ്കിലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തി ഉണ്ടോ? ഈ പറയുന്ന പോലെ ഒരാൾക്ക് മാത്രമാണ് ഇവൻ ഈ പറയുന്ന പോലെ 40,000 രൂപ ഇവൻ അയച്ചു കൊടുത്തേക്കുന്നത്. ഓക്കെ, അതല്ല എന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും സംഘടനകൾ അല്ലെങ്കിൽ ഒരു പല വ്യക്തികളായിരിക്കും ഇവൻ്റെ പിന്നിൽ ഉണ്ടാവുക. ആ സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. ഓക്കെ, എന്തായാലും ഇതിനെപ്പറ്റി നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പറയാം. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ ശരി, ബൈ.